നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. എൽ ക്ലാസിക്കോ ലാലിഗയിൽ ഇന്ന് എൽ ക്ലാസിക്കോ നടക്കുകയാണ്. ബാഴ്സലോണയും റയൽ മാഡ്രിഡും തമ്മിലുള്ള എൽ ക്ലാസിക്കോ. ഈ കളി ജയിച്ചാൽ ബാഴ്സലോണ തുടർച്ചയായി രണ്ടാം വട്ടവും ലാലിഗ ചാമ്പ്യന്മാരാകും. റയൽ മാഡ്രിഡ് ഒരിക്കൽ കൂടി കുറച്ചു കാലമായി ഒരു കിരീടവും റയൽ മാഡ്രിഡിനില്ല. അങ്ങനെ ലാലിഗയിൽ നിന്നും കിരീടം നേടാനാകാതെ പുറത്താകുന്ന ഒരു അവസ്ഥയുണ്ടാകും. നിലവിൽ റയൽ മാഡ്രിഡ് കടുത്ത പ്രതിസന്ധിയിലാണ്. ഡ്രസ്സിംഗ് റൂമിൽ അടി നടക്കുന്നു. അവരുടെ സൂപ്പർ താരം എംബാപ്പയെ പുറത്താക്കണമെന്ന് ആരാധകർ മുറവിളി കൂട്ടുന്നു. മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ് കാര്യങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം വാൽവർദയും ചൗമേനിയും തമ്മിലുള്ള അടി അത് ഭയങ്കരമായി. രണ്ട് കളിക്കാർക്കും പിഴ 5 ലക്ഷം യൂറോ വീതം പിഴ ചുമത്തി. ഈ രണ്ട് കളിക്കാരും ഇന്ന് അച്ചടക്കത്തിൻ്റെ ഭാഗമായി ഇന്ന് കളിപ്പിച്ചേക്കില്ല എന്ന സൂചനയുമുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ബാഴ്സലോണയ്ക്ക് കളിക്ക് മുമ്പേ തന്നെ അഡ്വാൻറ്റേജ് ഉണ്ട്. ബാഴ്സലോണയ്ക്ക് ഈ കളി ജയിച്ചാൽ അവർക്ക് കിരീടം ഉയർത്താം. ഇപ്പോൾ 88 പോയിൻ്റാണ് അവർക്ക് ഉള്ളത് 34 കളികളിൽ നിന്ന്. അതേസമയം റയൽ മാഡ്രിഡിന് 77 പോയിൻ്റ് മാത്രമാണുള്ളത്. 11 പോയിൻറ്റിൻ്റെ വ്യത്യാസമാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ബാഴ്സലോണയ്ക്ക് ജയിക്കാനുള്ള എന്താ പറയുക സുവർണ അവസരമാണ്, കനകാവസരം മുന്നിൽ വന്നിരിക്കുകയാണ്. റയൽ മാഡ്രിഡ് എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമാണ്. പ്രതിസന്ധികളുടെ കൂടായി മാറിയിരിക്കുകയാണ് റയൽ മാഡ്രിഡ്. കോച്ച് സാബി അലോൺസിനെ മാറ്റിയതിന് ശേഷം അർബലോവ വന്നതിന് ശേഷം ഒരൊറ്റ കളിയും റയൽ മാഡ്രിഡിന് ജയിക്കാനായിട്ടില്ല. അർബലോവ പറയുന്നത് വാൽവർദയും ചൗമേനിയും തമ്മിലുള്ള അടി കഴിഞ്ഞു, അത് കഴിഞ്ഞ കാര്യമാണ്, തെറ്റുപറ്റിയാൽ അത് തിരുത്തുക എന്നതാണ് പ്രൊഫഷണലിസം, അതവർ ചെയ്യുന്നുണ്ട്, അത് വിട്ടേക്കൂ എന്നാണ് അർബലോവ പറയുന്നത്. ഇന്നത്തെ എൽ ക്ലാസിക്കോയിലേക്കാണ് അർബലോവ എല്ലാവരെയും ശ്രദ്ധ ക്ഷണിക്കുന്നത്. എന്തായാലും ഇന്ന് ബാഴ്സലോണ ചാമ്പ്യന്മാരാകുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിക്കാനാകും. മിക്കവാറും റയൽ മാഡ്രിഡിൻ്റെ പ്രതിസന്ധികൾ അതിരൂക്ഷമായതിനാൽ തന്നെ ബാഴ്സലോണയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയാതെ വയ്യ.